യമനികൾ ഇത്ര ക്രൂരന്മാരോ? ഒരു മലയാളിയായ ഹോസ്പിറ്റൽ ജീവനക്കാരൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. നിമിഷപ്രിയയെ പോലെയുള്ളവരുടെ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമാണ് യമൻ പോലെയുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നാം മനസ്സിലാക്കുകയുള്ളൂ. നിസ്സാര ശമ്പളത്തിന് വേണ്ടി അന്യനാടുകളിൽ പോയി അടിമകളെ പോലെ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഒരു കൊലപാതകമോ വലിയ നാശനഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഈ സ്ഥലങ്ങളിൽ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പുറം ലോകം അറിയുന്നത്. നിമിഷപ്രിയ വിഷയത്തെ തുടർന്ന് യമൻ വീണ്ടും വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. ഇതിനു മുമ്പും മലയാളികളായ പലരും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ തങ്ങളുടെ കോൺട്രാക്ട് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യത്ത് നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ജീവഭയം കൊണ്ട് ആരും ഒന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല. അവരുടെ ദുരിതങ്ങൾക്ക് ആരും ചെവി കൊടുത്തിട്ടുമില്ല. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ITV ന്യൂസ് നൽകിയ വാർത്ത കണ്ട് 2 വർഷക്കാലം യമനിലെ അൽത്തോറ മോഡേൺ ജനറൽ ഹോസ്പിറ്റലിൽ തിയേറ്റർ സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ബിനോയ് തൻ്റെ അനുഭവം പങ്കുവച്ചത് കേൾക്കുക. മറ്റേ യമന്റെ വാർത്തകളൊക്കെ വരുന്നൊരു കാലഘട്ടമാണല്ലോ. ഞാൻ യമനിൽ 2 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. 2 വർഷം നിന്നിരുന്നത് അവിടുത്തെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിലായിരുന്നു. എന്തായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് അവിടെ? ഞാൻ തിയേറ്ററില് അവിടെ ഒരു 2 വർഷം താമസിച്ച താങ്കളുടെ ഒരു അനുഭവം എന്താ? അവിടുത്തെ ഒരു ജനങ്ങളുടെ പ്രത്യേകത എന്താ അവിടുത്തെ ഒരു സവിശേഷത? അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, സംസ്കാരം എന്ന് പറയണതില്ല. അവർക്ക് സംസ്കാരമില്ല, അവർക്ക് വിദ്യാഭ്യാസം ഈ പറയുന്ന കാര്യത്തിലുള്ള നമ്മൾ പറയുന്ന വേദനകളോ ദുഃഖങ്ങളോ മനസ്സിലാക്കാനുള്ള മൈൻഡ് സ്വഭാവത്തിന്റെ സെറ്റിങ്സ് അങ്ങനെയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പൈതലിനെ പോലെ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ബന്ധുക്കൾ ആ തിയേറ്ററിന്റെ പുറത്ത് പോലും കാണില്ല. ഒരു മെഡിസിൻ മേടിക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിലോ ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് കടക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കി കഴിഞ്ഞാൽ അവർ ആരും ഉണ്ടാവില്ല. അവർ പുറത്ത് പോയിരുന്ന് കൂട്ടം കൂട്ടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഇറങ്ങാൻ പാടില്ലാത്ത വേഷത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു വസ്ത്രം ഉണ്ട് അവിടെ നിൽക്കുമ്പോൾ ഇടാനായിട്ട്. ഈ വസ്ത്രം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. മാസ്ക്, ചെരുപ്പ് അടക്കം, ചെരുപ്പിന് മുകളിൽ കവർ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ ആ ഷൂവിന്റെ മുകളിൽ ഇടുന്ന എക്സ്ട്രാ ഷൂ കവർ ഊരിയിട്ടിട്ട് എന്താ പറയാ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്തേക്ക് ഓടിപ്പോയിട്ട് ഇവരുടെ വിവരം പറയണമെങ്കിൽ പോലും ഇവർ ആ ഹോസ്പിറ്റലിന്റെ അരികിലുള്ള അല്ലെങ്കിൽ മേടിച്ചു കൊണ്ടുവന്ന് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആർമാദിക്കുണ്ടാവും. അതായത് ആ കുട്ടിയേനെയോ അല്ലെങ്കിൽ ആ വന്ന അവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ആരായിക്കോട്ടെ അവർക്കത് ചത്താൽ അള്ളാൻ കൊണ്ടുപോയി, അള്ളാൻ തന്നു കൊണ്ടുപോയി. അതായത് ഒരു വിട്ടുവീഴ്ച അങ്ങനത്തെ കാര്യങ്ങളില്ല. തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായാൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവുന്ന അവർ ചിന്ത. അള്ളാൻ അങ്ങനെ ഖുറാനിൽ അങ്ങനെയാണ് പറയുന്നതും പറഞ്ഞിട്ട് ഇപ്പൊ അത് പറയുന്നത് തന്നെയല്ലേ. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. അവർ ഇത്ര നാൾ അനുഭവിച്ച വേദനകളോ അതിനുവേണ്ടി ചെലവാക്കിയ പണങ്ങളോ അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളോ കുടുംബത്തിന്റെ അവസ്ഥകളോ ഇതൊന്നും അവർക്ക് വിലയില്ല. തെറ്റ് ചെയ്തോ കഴുത്ത് വെട്ടുക, തെറ്റ് ചെയ്തോ വെടിവെക്കുക. 12 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ കയ്യിൽ കത്തിയാണ്. ഞങ്ങൾ എത്ര പേടിച്ചിട്ടാണ് അവിടെ ഡ്യൂട്ടിക്കൊക്കെ വന്നിരുന്നതെന്ന് അറിയോ? ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ജനറൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ സമയത്ത് എന്റെ കൂടെ എന്നേക്കാളും താഴെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന എത്യോപ്യൻസ്, സുഡാനികൾ അങ്ങനെയുള്ള കുറെ പാവപ്പെട്ട ഭക്ഷണമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുറെ പേര് അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ സഹായത്തോടെ ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ, ഒരു മുസ്ലിം പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അത് അനസ്തേഷ്യ കൊടുത്ത് വേറെ തിയേറ്ററിലേക്ക് മാറ്റുന്ന ഒരു സംഭവം പെട്ടെന്ന്. ആ സമയത്ത് ഈ എത്യോപ്യൻസ് ആയിട്ടുള്ള ആ പയ്യൻ മുഹമ്മദ്, അവൻ മുസ്ലിംസ് തന്നെയാണ്. അവൻ പുറകെ നിൽക്കുന്നു, മുമ്പില് നേഴ്സ് നിൽക്കുന്നു, മലയാളി നേഴ്സായിരുന്നു. ഈ പയ്യൻ പുറകിൽ നിൽക്കുന്നു. ഈ പെട്ടെന്ന് ഈ കാല് മടക്കി ട്രോളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ വ്യക്തി ഒരു കാല് പെട്ടെന്ന് ആ ഒരു ഇതില് പെട്ടെന്ന് കാല് പുറത്തേക്ക് ചെരിഞ്ഞു പോയി. ആ ചെരിഞ്ഞ അപ്പൊ തന്നെ അയാളെ വെയിറ്റ് താങ്ങാതെ ആള് ട്രോളിൽ നിന്ന് കമിഴ്ന്ന് വീണു. ഇതിനെ അവിടെ അനുഭവിച്ച ആ പെൺകുട്ടി അനുഭവിച്ച ശിക്ഷകൾ, അതായത് പൈസ ശമ്പളം പിടിക്കുന്നു, അതുപോലെ ജോലി നഷ്ടപ്പെടുന്ന രീതിക്ക് എത്തിക്കുന്നു, ജോലി ഇല്ലാതെ അവരവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ സതി കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ഒരാൾക്കും പോകാൻ പറ്റില്ല, എവിടേക്ക് കൊണ്ടുപോയിന്ന് അറിയില്ല, കൊന്നു കളയുമെന്ന് അറിയില്ല. ഒരു നേഴ്സായിരുന്നത് ആ പെൺകൊച്ചിനെ. എന്നാൽ പുറകിൽ ശ്രദ്ധിക്കേണ്ട ഈ എത്യോപ്യൻസിനെ ഒരു കുഴല് പോലത്തെ ഒരു ജയിലിൽ 14 ദിവസം ഇട്ടു. അത് ആ പയ്യൻ വന്നതിന് ശേഷം പറയുമ്പോൾ അവസ്ഥയില്ല. കുഴല് പോലത്തെ എന്നുള്ളതിന്റെ അടിഭാഗത്ത് ആ പയ്യൻ നിൽക്കുമ്പോൾ മലമൂത്ര വിസർജനം താഴേക്ക് പോകാനായിട്ട് ഒരു കമ്പി പോലെ പിടിപ്പിച്ച ഒരു വലിയ ഹോള്, ഒരു സെറ്റപ്പ് പൈപ്പിന്റെ നടുക്കിലെ അടിയിൽ അവന്റെ വിസർജനങ്ങൾ താഴേക്ക് പോകും. അത് തുടയ്ക്കാനോ കഴുകാനോ അതിന് പറ്റില്ല. വായയുടെ സ്ഥലത്ത് ഒരു ഹോള്, ആ വായയ്ക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക, വായ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക.
14 ദിവസം അത്ര ചെറിയ അവൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ജസ്റ്റ് ആ തള്ളിക്കൊണ്ട് ട്രോളി കയറ്റുമ്പോൾ പെട്ടെന്ന് ആ പേഷ്യന്റ് കാല് വെച്ചാണ് മറിഞ്ഞു. സംഭവം തെറ്റന്നെയാണ്, പറ്റിയത് തന്നെയാണ്. പക്ഷെ അത് മനഃപൂർവ്വമാണോ? അയാളായിട്ട് വല്ല പരിചയമുണ്ടോ? അവൻ എന്തും ആ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന ചെറിയൊരു പൈസ, ചെറിയൊരു നിസ്സാര തുക കിട്ടുന്നതിലാണ് അവന്റെ ശ്രദ്ധ. അത്ര ശ്രദ്ധയിലാണ് അവൻ കൊണ്ടുപോകുന്നത്. പക്ഷെ എന്തോ ആ നേരത്തെ അങ്ങനെ സംഭവിച്ചതിന് കിട്ടിയ ശിക്ഷയാണ് അത്. അതുപോലെ ഒരു പത്താക്കാന്ന് പറഞ്ഞ ഒരു രേഖയില്ലാതെ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം 20 ലിറ്ററിന്റെ വെള്ളത്തിന്റെ ക്യാനിൽ അവിടെ കൊണ്ടുവരും. കുടിക്കുന്ന വെള്ളം നമുക്ക് അവിടെ പൈസ കൊടുത്ത് മേടിക്കണം. അപ്പൊ അത് മേടിക്കാൻ ഓപ്പോസിറ്റ് കടയിലേക്ക് നമ്മളൊരു നേഴ്സ്, മലയാളി പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി, ഇത് മറ്റൊരു മലയാളി തന്നെയായിരുന്നു. ഈ പെൺകൊച്ചി ഇറങ്ങിയപ്പോ ഞാൻ എപ്പോഴും പത്താക്ക കയ്യിൽ വേണം, എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും. നേരെ നമ്മൾ താമസിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കടയിലേക്ക് നമ്മൾ പത്താക്ക എടുക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പൈസ എടുത്ത് പോകാന്നല്ലാതെ നമ്മൾ ശ്രദ്ധിക്കില്ല. അത് കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളാണ് അവിടെ നിൽക്കണമെങ്കിൽ. അതിപ്പോ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം മേടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്നതിന്റെ ഇടയിൽ പോലീസ് ജീപ്പ് വന്നു. അവിടെ നമ്മുടെ സാധാരണ പോലത്തെ പോലീസിന്റെ 7 വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്. മിലിറ്ററി പോലീസ്, സെക്യൂരിറ്റി പോലീസ്, ട്രാഫിക് പോലീസ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും റോഡിൽ കാണുന്നത് തന്നെ ഒരു 7ഓളം ടൈപ്പ് പോലീസിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. 7ഓളം ടൈപ്പ് യൂണിഫോം മിലിറ്ററി പോലീസുകളുണ്ട്. എപ്പോഴും അവർക്ക് ആർക്കും എന്ത് നമ്മൾ തന്നെ ചെയ്യാം. ആ അവസ്ഥയിൽ ഈ പെൺകൊച്ചങ്ങോട് കടന്ന് വെള്ളം എടുക്കണ നേരത്തെ പെട്ടെന്ന് ജീപ്പ് കൊണ്ടുവരുന്നു. ആ പെൺകൊച്ചോട് ചോദിക്കുന്നു, പത്താക്ക എവിടെയും ചോദിക്കുന്നു. ആ പെൺകൊച്ച് പറഞ്ഞു, ഞാൻ എന്റെ ഹോസ്റ്റലിൽ ഈ റൂമാണ്, ഈ കാണുന്ന റൂമാണ്, ഞാൻ മുകളിൽ പോയിട്ട് എടുക്കാം, ഈ കടക്കാർക്ക് എന്നെ അറിയാം, ഞാൻ പോയിട്ട് എടുക്കാന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. വെള്ളം പൈസക്ക് അവിടെ കൊടുത്തു. ആ പെൺകൊച്ചിനെ കൈ പിടിച്ച്, സ്ത്രീകൾ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, പിടിച്ച് ജീപ്പിൽ കയറ്റി ഇത് കൊണ്ടുപോയി ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇട്ടു. ഒരാൾക്ക് വിളിക്കാൻ ആ കുട്ടിയുടെ മൊബൈൽ മേടിച്ച് ഒരു പോക്കറ്റിൽ വെച്ചു. അന്നത്തെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നത് നമുക്ക് പണ്ടത്തെ ഈ നായനെ പോലും എറിഞ്ഞാൽ പോലും പൊട്ടാത്ത സൈസുള്ള ചെറിയ നോക്കിയൊരു മൊബൈലാണ് എല്ലാവരും ഉണ്ടായിരിക്കുക. അങ്ങനെ അതവർ മേടിച്ച് കൈ പിടിച്ചു. ഈ പെൺകൊച്ചിന്റെ ഒരാളെ വിളിക്കാൻ അറിയുന്നില്ല. ഈ ഹോസ്റ്റലിലുള്ള കൂട്ടുകാരികൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു. പകല് നേരത്തെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതിന് അന്നൊരു ദിവസം ഓഫായിരിക്കും. അതുകൊണ്ടാവും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ അതിനെ ആരെയും ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയാനോ കൂട്ടുകാരനെ അറിയിക്കാനോ ഒരു മാർഗ്ഗമില്ല, ഒന്നുമില്ല. രാത്രി വരെ അവരവിടെ നിർത്തി. രാത്രി സംഭവിക്കുന്ന കാര്യമാണ് രസകരമായ സംഭവം. ഇവരാരെയും ബന്ധപ്പെടാനോ കാര്യങ്ങൾ ചാൻസ് കൊടുക്കാതെ ഇവർ നിർത്തുന്നത് ആ പെൺകൊച്ചിനവർക്ക് ഉപയോഗിക്കാനായിട്ടാണ്. അങ്ങനെ അന്ന് രാത്രി ഈ കൊച്ചിനെ തന്നെ ജയിലിലിട്ടു. തൊട്ടപ്പുറത്തുള്ള ആൺകുട്ടികളുടെ ജയിലിൽ എത്യോപ്യൻസ്, സുഡാനികള്, യമനികള്, അവർ കുറെ ആൺപിള്ളേർ കിടക്കുന്നു. ഈ പെൺകൊച്ച് മാത്രം. എന്നാൽ സ്റ്റേഷനിൽ ഒരു സ്ത്രീയായിട്ട് വേറെ ആരുമില്ല. ആ സ്റ്റേഷനിൽ അങ്ങനെ കിടന്ന് ആ പെൺകൊച്ച് രാത്രിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമായപ്പോൾ ഈ പോലീസിലത്തെ ഒരാള് 1-2 പേര് കൂടിയിട്ട് പെൺകൊച്ചിനെ നശിപ്പിക്കാനുള്ള സെറ്റപ്പിൽ വന്നു. ഇവളപ്പോൾ അത് സമ്മതിക്കാതെ അലറി വിളിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ ജയിലിൽ കിടക്കുന്ന മറ്റുള്ള എത്യോപ്യൻസിന്റെ ആൺകുട്ടികൾ, അവിടെയുള്ള തടവുകളിലുള്ള അവരത് ശ്രദ്ധിച്ചു. അപ്പൊ ഈ പോലീസുകാർ മാറി നിന്നു. പിന്നെ ഇവളെ എങ്ങനെയും ഒന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നോക്കി നിന്ന് പലവട്ടം ഒരു ശ്രമം നടത്തി. ഇവരെ ഉറങ്ങണം സമയം നോക്കിയിട്ടൊക്കെ നോക്കി ശ്രദ്ധിച്ചു. പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് കടന്ന് സമയം നോക്കി നിൽക്കുകയാണ്. ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഇറങ്ങി ഓടുമ്പോൾ വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ചെയ്യണം, എന്ത് കളി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവര് ഓടാൻ വേണ്ടിയിട്ട് പതുക്കെ ഡോറ് ലോക്ക് ചെയ്യുന്ന പോലെ കാണിച്ച് തുറന്ന് പതുക്കെ ലോക്ക് ചെയ്ത് ഇട്ടിട്ട് ഡോറ് ചാരിയിട്ടിട്ട് അവര് സൈഡിലേക്ക് മാറിപ്പോയി. ഇവളെ ഓടണം വിചാരിച്ചിട്ട് ഇറങ്ങി ഓടിയാൽ അതിന് ശിക്ഷകൾ ഒരുപാട് വരും. അപ്പൊ അവർക്ക് എന്തും ചെയ്യാം. അതാണ് അതിന്റെ പോയിന്റ് ആയിരുന്നത്. അങ്ങനെ ഒരു ദൈവികമായൊരു ഇടപെടലില് ഈ പെൺകൊച്ചി ഒരു 3:30 നേരത്ത് എഴുന്നേറ്റ് ഓടി. ഇവര് 2 തവണ വെടിവെച്ചു. മലയാളി പെൺകുട്ടീനെ കേട്ടോ അത്. 2 തവണ വെടിവെച്ചു. ആ കുട്ടിയുടെ കാലിമിലേക്ക് വെടിവെച്ചത്. പക്ഷെ ആ കുട്ടി അതിന്റെ ഒരു ഇരുട്ടിന്റെ ഒരു ഇതില് അവിടുത്തെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ്. വളരെ ഒരു പ്രത്യേക ഒരു ഗ്രാമം കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നിൽക്കുന്നത്. നമ്മൾ യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ അട്ടപ്പാടി പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്ഥലങ്ങളും അതുപോലത്തെ ഏരിയകളാണ് അവിടെയൊക്കെ. മണലിന്റെ ഏരിയകളാണ് കൂടുതലും. കടകളോ ഷോപ്പുകളോ മറ്റുള്ള സ്ഥാപനങ്ങളോ ഒക്കെ വളരെ ചുരുക്കം. അതുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നുണ്ടാവും. പിന്നെ കുറെ സ്ഥലങ്ങൾ വിജനമായ സ്ഥലമാണ്. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥകൾ. ഭയങ്കര ഭീകരമായൊരു സംഭവം. പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഭയം വേറെ, ഈ രാജ്യത്തിന്റെ പ്രത്യേകതകൾ. അങ്ങനെ ഓടി ആ കുട്ടി ഒരു വേസ്റ്റ് കുഴിയിലേക്ക് എടുത്ത് ചാടി. ആ പെൺകൊച്ച് അത് എടുത്തുകൂടി 2ാമത്തെ വെടിവെച്ചു. അത് എന്റെ മേത്ത് കൊണ്ടില്ല. എന്നിട്ട് ആ വേസ്റ്റ് കുഴിയിൽ വീണ പെൺകൊച്ച് അതിന്റെ ഉള്ളിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചു. ഇവര് പല സ്ഥലത്ത് നോക്കി, അവരുടെ ടോർച്ചൊക്കെ അടിച്ച് പലയിടത്ത് നോക്കി കണ്ടില്ല. അതാ കൊച്ചി ഇരുന്ന് വേളറി വെളുത്ത് അത് അവിടെ ഇരുന്നിട്ട് ആ വേസ്റ്റ് കുഴിയോട് ചേർന്ന് നിൽക്കുന്ന മതിലിനോട് ചേർന്നിട്ട് ഈ കൊച്ചി ശരീരമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എടുത്ത് ചാടി അപ്പുറത്തെ മതിലിന്റെ അപ്പുറത്തേക്ക് എടുത്തി. അതൊരു വീട്, ഏതെങ്കിലും ഒരു വീടാവോന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചാടി. അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന അൽത്തോറ മോഡേൺ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലത്തെ വേറൊരു യമനി ആയിട്ടുള്ള പെൺകൊച്ചിന്റെ ഒരു സ്റ്റാഫായിട്ടുള്ള പെൺകുട്ടിയുടെ വീടായിരുന്നു അത്. ആ കുട്ടിക്ക് ഇതിനെ പരിചയമുണ്ട്. അങ്ങനെ പെൺകൊച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് വിളിച്ചു പറയാണ്. ഞങ്ങൾ അവിടെ കൂടുന്ന ഒരു പള്ളിയിൽ, യമനിലെ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടുത്തെ ഫാദറിന്റെ നമ്പറൊക്കെ കൊടുത്തു. അദ്ദേഹം തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള ഒരു ജോർജ് എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു.
അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞ് അദ്ദേഹം വേഗ കാലത്ത് തന്നെ പുലർച്ചെ ഒരു 4:30-5 മണി നേരമൊക്കെ ആയിരിക്കും. ആ നേരത്തൊക്കെ വന്ന് ആ കൊച്ചിനെ കൊണ്ടുപോയപ്പോൾ ശരീരം മുഴുവൻ മുറിപ്പാട്, ദേഹത്ത് മുഴുവൻ അഴുക്ക്, അത്ര വലിയ മാലിന്യങ്ങളായിട്ടുള്ള അവിടുന്ന് വൃത്തിയാക്കി അതിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ജീവൻ രക്ഷപ്പെടുത്തുന്നു. ഇത് അച്ഛൻ ചെറിയ സൂചനകൾ ഹോസ്പിറ്റലിൽ കൊടുത്തു, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, ഈ പത്താക്കാരെ പേര് പറഞ്ഞപ്പോൾ അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. ആ കൊച്ചിന് പണിക്ക് വരാനായിട്ട് ജോലിക്ക് വരാൻ താല്പര്യമില്ലാതെ നാട്ടിലേക്ക് കയറി പോകുന്നു. ഭയന്ന് വിളറി അതിന്റെ സ്വഭാവത്തിലേ മാറ്റം വന്നു. സംസാരിക്കുന്നതൊക്കെ വ്യത്യാസം വളരെ ഞാൻ പറയേണ്ട ഉദ്ദേശം ഇതാണ്, ഒരു വിട്ടുവീഴ്ച അവിടെ ഇല്ല. എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന തൃശ്ശൂരിൽ ഒരു പെൺകൊച്ചി ഉണ്ടായിരുന്നു. ആ പെൺകൊച്ചി ഞാനൊരു തിയേറ്ററിൽ, ഞങ്ങൾ ജനറൽ തിയേറ്ററിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നുകൊണ്ട് അവിടെ അധികം സ്റ്റാഫുകളില്ല. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് യമനികളുണ്ട്, പറയാ ഫിലിപ്പീൻസ് ഉണ്ട്, യൂതന്മാരുണ്ട്, പാലസ്തീൻ എന്നുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ മാത്രം അവർക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത ചൊറിച്ചിലാണ്. എന്നിട്ട് എന്റെ അടുത്ത് ഈ പെൺകൊച്ചിനെ കണക്ട് ചെയ്ത് തരാനായിട്ട് പറഞ്ഞ 2 മിലിറ്ററി പയ്യന്മാര് പോലീസിലുള്ളവര് എന്നോട് എപ്പോഴും നിരന്തരമായി ഇതായി നിന്നെ കേസിൽ കൊടുക്കും, ഈ പെൺകൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് വഴങ്ങാൻ പറയും. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് അനുഭവിച്ച് അങ്ങനെ ആ കൊച്ചിനെ അവിടുന്ന് നിരന്തരം ശല്യപ്പെടുത്തിയപ്പോൾ ഞാനത് ഞങ്ങളുടെ ഒരു ഹെഡിനോട് പറഞ്ഞിട്ട് ആ കൊച്ചിനെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി. അവിടെ പിന്നെ കുറച്ചും കൂടി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ. എന്റെ തിയേറ്റർ ആണെങ്കിൽ ഈ സുന്നത്ത് പോലത്തെ കാര്യങ്ങൾ, പെട്ടെന്നുള്ള ഇടി കിട്ടുന്ന അവസ്ഥകൾ, മിലിറ്ററിക്കാർക്ക് മൗത്ത് കിട്ടുന്ന ഇടി, അങ്ങനെ കുറെ എല്ലാം കൂടിയുള്ള ചപ്പും ചവറും ജനറൽ തിയേറ്ററാണ് ഞങ്ങളിലായിരുന്നു. എല്ലാതും കൂടെ വരുന്നത്. അപ്പൊ ഈ കൊച്ചിനെ കുറച്ച് അപ്പുറത്തുള്ള ഹൈ ലെവലുള്ള കയത്ത് ലാബ് എന്ന് പറയും, കാർഡിയാക്കിന്റെ കയത്ത് ലാബിന്റെലേക്ക് മാറ്റി. അപ്പോഴും ഇവര് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോരുമ്പോഴും ഈ പെൺകൊച്ച് നടക്കണതും വരുന്നത് ഇവര് ദൂരെ ഇരുന്ന് നോക്കുന്നത് ഞാൻ കാണും. ആ കുട്ടി പറഞ്ഞ ഡ്യൂട്ടി എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയ ഇവര് ചെറിയൊരു കാരണം ഉണ്ടാക്കിയിട്ട് അതിനെ കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ പെൺകൊച്ചു അവിടെ നിന്ന് അവസാനിപ്പിച്ചു പോകുന്നു. ഞാനും 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് തുടരാമായിരുന്നു. അവിടുത്തെ അവസ്ഥകൾ അതിന്റെ രീതികൾ പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറെ പേരെ ഒരുമിച്ച് അവിടുന്ന് അവസാനിപ്പിച്ചു പോകുന്നു. ഇത് സർക്കാർ ഹോസ്പിറ്റലായിരുന്നു? അത് സർക്കാർ ഹോസ്പിറ്റൽ. അവിടുത്തെ ഇത്രയും കഷ്ടതകൾ സഹിച്ച് ഇവിടെ പോയി ആളുകൾ ജോലി ചെയ്യാൻ അവിടെ ശമ്പളമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ കുറഞ്ഞ ശമ്പളമാണ്. അതായത് ഒരു 15, 20, 25,000 രൂപയായിരുന്നു. എനിക്ക് കിട്ടിയിരുന്നത് 12,000 രൂപയായിരുന്നു. പ്ലസ് 5,000 രൂപ യമൻ റിയാലും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു 17,000 രൂപ എടുത്തു. പിന്നെ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്ക് പോകുമ്പോൾ എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ അത്രമാത്രം നൂലാമാലകളോ പ്രശ്നങ്ങളോ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം, ആ കോഴ്സ് ഈ കോഴ്സ് അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇവര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ല. നമുക്ക് എത്രയും വേഗം അവിടെ എത്തിക്കാൻ നോക്കും. കാരണം ഇതാണല്ലോ അവിടുത്തെ അവസ്ഥ. എത്രയും വേഗം അവിടെ എത്തിക്കാൻ നോക്കും, ജോലിയിൽ കാര്യം തയ്യാറാക്കി തരും. പിന്നെ അവര് പ്രശ്നങ്ങൾ ഇങ്ങനെ, അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. താമസിക്കാനുള്ള സൗകര്യം തരുന്നു, വാഹനങ്ങൾ കൊണ്ടുവരുന്നു, ശമ്പളങ്ങൾ കറക്റ്റായിട്ട് ശമ്പളം തരുന്നു. പക്ഷെ ഈ പറയുന്ന മിലിറ്ററി, പോലീസ് അങ്ങനെയുള്ള അധികാരമുള്ള ആൾക്കാരുടെ അടുത്തുള്ള നമ്മുടെ രീതികൾ നമ്മൾ ഭയക്കന്നെ വേണം. അതായത് ഒരു ചെറിയൊരു കട നടത്തുന്ന ഒരു വ്യക്തി, ഒരു മുസ്ലിംസ് ആയിട്ടുള്ള ഒരാൾ അവിടെ കട നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് 4 ഭാര്യമാരും 12ഓളം മക്കളും ഉണ്ടായിരിക്കും. 12ഓളം മക്കളുണ്ടായിരിക്കും. ഈ 12 മക്കളിൽ 1-2 പേര് സ്കൂളിൽ പോകുന്നുണ്ടാവും, ബാക്കിയുള്ളവർ മുഴുവൻ റോട്ടിലുണ്ടാവും. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ യൂണിഫോം ഇട്ടായി പോകുന്നുണ്ടായിരിക്കും, വരുന്നുണ്ടായിരിക്കും, ഇവർക്ക് വിലയില്ല, പരിഹസിക്കും. നമ്മൾ എന്തെങ്കിലും തിരിച്ച് കൈകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ എത്ര നേരം ഇങ്ങനെ ഉപദ്രവിക്കണം, എന്തൊക്കെ നിങ്ങൾ പറയണമെന്ന് മനസ്സിലാവുന്നില്ല, നിങ്ങൾ തെറിയാണ് എന്താണ് പറയണത്, എന്തെങ്കിലും ഒന്ന് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയും. കല്ലെടുത്ത് നമ്മൾ ഓടിക്കും. നമ്മൾ ഇത് ആരുടെ അടുത്ത് പോയി പറയാൻ പറ്റുക? കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കും. പുറത്തെ നമ്മൾ ക്രിസ്തീയ പള്ളിയിൽ നിന്നിരുന്ന ഭൂമിയുടെ അടിയിലാണ്. ഭൂമിയുടെ അടിയിൽ ജോർജ് എന്ന് പറഞ്ഞ അച്ഛനായിട്ട് എല്ലാ മതസ്ഥരും, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ നമ്മുടെ സഭാ വിഭാഗത്തിലുള്ളവരും മുഴുവൻ അവിടെ വന്ന് കൂട്ടായ്മയുണ്ട്. ചിലർ വീടുകളിലുണ്ട്. ഇപ്പൊ പെന്തക്കോസ്ത പോലത്തെ ഇങ്ങനെ വീടുകളിലുണ്ട്. അല്ലെങ്കിൽ ഇവര് ഒരു ആശ്വാസമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ വരുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് ഭൂമിയുടെ അടിയിലേക്ക് പോയിരുന്നു നമ്മുടെ പള്ളി നടന്നിരുന്നത്. ഈ പള്ളിയിലേക്ക് വരുമ്പോൾ അച്ഛൻ ആദ്യം പറയും, എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 2 പേര് ഒറ്റയ്ക്ക്, 2 പേരല്ലാതെ കൂട്ടം കൂടിയിട്ട് വരരുത്, പോകരുത് എന്ന് പറയും. അതത്ര നിങ്ങൾ ചെന്ന സമയത്ത് നിങ്ങൾ അത്രയും വില വെച്ചില്ല. തലയിൽ കല്ല് വന്ന് വീഴുമ്പോഴാണ് കാര്യം അറിഞ്ഞത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോ 2-3 പേര് നടന്നു പോവുകയാണ്. ഈ വണ്ടി കിട്ടാനായിട്ട് നടന്നു പോകുന്ന സമയത്ത് തന്നെ ഇവര് കൂട്ടം കൂടി കല്ലെടുത്തെറിയും. ഈ പള്ളിക്ക് വരുന്നതിന്റെ വലിയ കോട്ട പോലത്തെ ചുറ്റും മതിൽ കെട്ടിട്ടാണ് അതിന്റെ ഉള്ളിൽ ഒരു സ്ഥാപനം നടത്തുന്ന പോലെയാണ് സംഭവം നടത്തുന്നത്. പള്ളി അതിന്റെ അടിയിൽ നമുക്ക് പള്ളി തന്നിരിക്കുന്നു, മോളില് ഓഫീസ് റൂം പോലെയൊക്കെയുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ് നടത്തുന്നത്. അവരുടെ പ്രത്യേക അതുകൊണ്ടും പിന്നെ മദർ തെരേസയുടെ ടീം അവിടെ ഉണ്ട്. അവരുടെ ഒക്കെ പ്രത്യേക കാരണം കൊണ്ടാണ് അവിടെ ആരാധിക്കാൻ നമുക്ക് യേശുവിനെ പറ്റുക, ഏത് മതവിഭാഗമായാലും. അവരവിടെ നല്ല സേവനം ചെയ്യുന്നുണ്ട്. ആ സേവനം ചെയ്യുന്ന സ്ഥാപനത്തില് ഞാൻ കൊയറിലുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലം പോയി കാണാനും, ഈ മദർ തെരേസയുടെ സ്ത്രീ മറ്റേ കന്യാസ്ത്രീമാർ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്ന സ്ഥലത്തിൽ പോയി നിങ്ങൾ കണ്ട് അതിശയിപ്പിക്കുന്ന കാലും കൈയും പുഴുത്ത് പഴുത്ത് കാല് മുറിച്ച് കൈ മുറിച്ച് കിടക്കുന്ന ഒരുപാട് യമനിലായിട്ടുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സ്ത്രീകളുണ്ട്, ഒക്കെ ഉണ്ട്. എത്രത്തോളം ഒരു സ്ത്രീ സൗഹൃദമാണ് അവിടെ? സ്ത്രീകളെ അവർക്ക് ഈ ഖുറാനിലൊക്കെ പറഞ്ഞ പോലെ സ്ത്രീനെ ഉദ്ദേശിക്കുന്നത് അവർക്ക് അതൊരു ഉപഭോഗ വസ്തു. ഞാൻ അത് പറയുന്നതൊക്കെ ബാധിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകൾ അവർക്ക് ബഹുമാനമാണ്.
ഇത് ഇന്ത്യ എന്നാണ് വരുന്നത്. ഇന്ത്യയിലത്തെ സ്റ്റാഫ് നഴ്സുമാരാണ്, ഇന്ത്യയിലത്തെ ജോലിക്കാരെന്ന് പറയുമ്പോൾ ഒരു വില അവർ തരില്ല, ഒരു ബഹുമാനം നമുക്ക് തരില്ല. നമുക്ക് നമ്മുടെ വിദേശികൾ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് പരിഹസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. യമനില് വിദ്യാഭ്യാസം ഇല്ല, അവർക്ക് സംസ്കാരമില്ല, ഒരു തരത്തിൽ അവർക്ക് ഒരു സഹതാപോ ഒരു വിട്ടുവീഴ്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ 12 വയസ്സായ കുട്ടികളെ പ്രായപൂർത്തിയാകുമ്പോൾ കൊടുക്കുന്നത് ഈ കത്തിയാണ്. അവർക്ക് എന്തും ചെയ്യാം, തമ്മിലും ചെയ്യാം. അതാണ് ഞങ്ങളുടെ വരുമാനം. ഇവർ ചെയ്യുന്ന ചെറിയൊരു കാര്യത്തിന് അവർക്ക് തോക്കുണ്ട്. ഒരു ചെറിയൊരു മുതിർന്ന ഒരു 18 വയസ്സ് 20 വയസ്സായ കുട്ടികളുടെ കയ്യിൽ, ആൺകുട്ടികളുടെ കയ്യിൽ തോക്കുണ്ടായിരിക്കും. അപ്പൊ അവര് എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന്, ഇപ്പൊ ചുട്ടിയും കോലും കളിക്കുന്നതാണ് ഞങ്ങൾ കാണാം നമ്മുടെ ഹോസ്റ്റലിന് മുകളിൽ താഴെ നിൽക്കുമ്പോൾ. അതിന് പോലും ഒരു ചുട്ടിയും കോലും കളിച്ച് അല്ലെങ്കിൽ പന്ത് കളിച്ച് ക്രിക്കറ്റ് കളിച്ച് അതിനുണ്ടാകുന്ന ചെറിയ കാര്യത്തിന് പോലും കത്തികുത്താണ്. അപ്പോഴേക്ക് ആംബുലൻസ് വരുന്നു, ഇവരെന്നെ എത്രയും വേഗം ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലാണ്, മിലിറ്ററി ഹോസ്പിറ്റലാണ്. അവിടെയുള്ള എല്ലാ ഈ കുട്ടികളാണ് കൂടുതലർക്ക് പ്രത്യേകിച്ചും. അതുപോലെ എല്ലാ വീട്ടിൽ നിന്ന് ഒരാൾ പോലീസിലോ മിലിറ്ററിയിലും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പ്രത്യേക പരിഗണനയും കാര്യങ്ങളാണ്. അപ്പോഴേക്ക് ആംബുലൻസ് വരുന്നു, തിരിച്ചു വരുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു. അപ്പോഴേക്കും വേറെ സ്ഥലത്ത് തല്ലുണ്ടാക്കുന്നു, കുട്ടികൾ കടകളിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചെടുത്ത് കൊണ്ട് ഓടുന്നു. അപ്പൊ അവർ കത്തിക്കുത്താവുന്നു. കത്തിക്കുത്ത് അവരുടെ ഹോബിയാണ്, കത്തിക്കുത്തും വെടിവെപ്പും. ഇത് നിത്യസംഭവങ്ങളാണ് ഹോസ്പിറ്റലുകളിൽ നിറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു അക്രമവാസന ഉള്ളതുകൊണ്ട് തന്നെ ഇതാണ് കാര്യം. ഈ അക്രമവാസനയാണ് അവിടെ വരുമാനമായിട്ട് നമുക്ക് നേഴ്സുമാർ 100-200 അന്നേരം ഈ സ്വകാര്യ ആശുപത്രികൾ നടത്തുവാൻ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്നുള്ളവർക്ക് ഈ സ്വകാര്യ ആശുപത്രികൾ നടത്താൻ എങ്ങനെയുണ്ട് അനുവാദം? അവിടെ അനുവാദം കൊടുക്കുന്ന എനിക്ക് ചാൻസ് ഇല്ല. വല്ല ക്ലിനിക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഹോസ്പിറ്റലൊന്നും മറ്റുള്ള രാജ്യക്കാരുടെ ഇല്ല. അവിടെ നടത്തിയിട്ട് കാര്യമില്ല. കാരണം അവർ പൈസ ചിലപ്പോൾ തന്നില്ല എന്ന് വരും. അവർ പ്രശ്നം ഉണ്ടായിട്ട് പോവുകയും ചെയ്യും. നമ്മളായിട്ടൊന്നും പെരുമാറ്റം അവർ ശരിയായിട്ടൊന്നും അവർ ചെയ്യില്ല. എല്ലാ ട്രീറ്റ്മെന്റുകളും അവർ ഏറ്റവും മുന്തിയത് മികച്ചത് അവർ സ്വീകരിക്കും. പൈസ കിട്ടുന്ന നിർബന്ധമില്ല. അങ്ങനെ ചോദിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം ചിലപ്പോൾ അവിടെ പൊട്ടിത്തെറിച്ച് പോകും. അതൊരു ക്രിസ്തീയ രാജ്യമായിരുന്നു. അത് ക്രിസ്ത്യാനിയിൽ നിന്ന് തട്ടിയെടുത്ത് അവിടുത്തെ കിണറുകളോ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടാനായിട്ട് മണ്ണെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ, അവിടുത്തെ അവസ്ഥ ഈ ശവശരീരങ്ങൾ അല്ലെങ്കിൽ അസ്ഥികളാണ്. അതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. അവിടെ ഒരുപാട് വിജനമായ സ്ഥലങ്ങൾ, പോകാൻ പേടിക്കുന്ന രീതിയിൽ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്ന് കിടക്കുന്നതൊക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഗവേഷണം നടത്തുക അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ നമ്മുടെ ക്രിസ്ത്യ രീതിയിൽ ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ മലയാളികൾ എന്തുകൊണ്ടാണ് ഈ യമൻ പോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ തയ്യാറാകുന്നത്? ആരായിരുന്നു ഇവിടേക്ക് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അന്ന് അവിടെ ഏജൻസികൾ വല്ലതും ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നില്? ഉണ്ടായിരുന്നു. ഇൻസൈറ്റ് എന്ന പേരുള്ള ഏജൻസി ഉണ്ടായിരുന്നു. അത് തയ്യാറുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. യമനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യമൊക്കെ പറഞ്ഞായിരുന്നു അവര് കൊണ്ടുപോകുന്നത്, അതോ വേറെ മോഹന വാഗ്ദാനം നൽകിയാണ് എവിടേക്ക് കൊണ്ടുപോകുന്നത്? ഇല്ലില്ല, ഒരു മോഹന വാഗ്ദാനം ഒന്നുമില്ല. അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമാണ്. വിദ്യാഭ്യാസം കുറവാണ്. കാലാവസ്ഥ കേരളം പോലെയാണ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. കേരളം പോലത്തെ കാലാവസ്ഥയാണ്. മരുഭൂമിയിലത്തെ രീതിയിലാണെങ്കിലും ചൂട് കാര്യങ്ങളൊക്കെ കുറവാണ്. അവരങ്ങനെ മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല. അത് വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് അവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നു. ഹോട്ടലിൽ സംഭവം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ വ്യക്തിക്ക്. പക്ഷെ ഹോസ്പിറ്റൽ ഫീൽഡ് അല്ലെങ്കിൽ ക്ലിനിക്കുകളൊന്നും മലയാളികളുടെ കയ്യിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ മറ്റുള്ള രാജ്യങ്ങളിലൊന്നും നമുക്ക് ഓർമ്മയിലില്ല, കണ്ടിട്ടുമില്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവിടെ ഉണ്ടായിട്ട് നടന്നിട്ട് കാര്യമില്ല. ആള് കൊണ്ടുപോകുമ്പോൾ ആള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതാണ് ശമ്പളം വളരെ കുറവാണ്, മറ്റുള്ള രാജ്യങ്ങളെ പോലത്തെ നിയമങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ നമുക്ക് അവിടെ ഇല്ല, എന്നാൽ നമ്മൾ നന്നായി സുരക്ഷിതമായി ജീവിക്കണം, സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കണം, പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമ്മൾ നിൽക്കുന്നത്. ആള് വ്യക്തമായിട്ട് കാര്യം ചെയ്തു തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യന് ഓടി വരും ചെയ്യും. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മനുഷ്യനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഓടി വരും. അതിപ്പം ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് അറിയില്ല. അന്ന് 60-70 വയസ്സുണ്ടായിരുന്നു, 62 വയസ്സ്. വളരെ ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ആളെ അവിടെ കുറെ പേരെ അറിയുന്നതാണ്. ഈ ഹോട്ടലിന്റെ പശ്ചാത്തലത്തിലും ഈ നേഴ്സുമാരെ കൊണ്ടുവരുന്ന കെയർ ഓഫിലും അയാൾക്ക് കുറച്ച് പിടിപാടുണ്ട്. ആളെല്ലായിടത്തും ഓടി വരും. അങ്ങനെയുള്ള ഒരു നാട്ടില് അവിടുത്തെ ഒരു പൗരനെ കൊന്ന് ഒരു കേസിലെ ഒരു പ്രതിയെ അവരെങ്ങനെ കൈകാര്യം ചെയ്യും? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു പ്രതീക്ഷയും തോന്നിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവിടെ അനുഭവിച്ചിരുന്ന ശിക്ഷകളും കാര്യങ്ങളും. എന്റെ ബ്രദറെ, ഞാൻ അവിടെ ചെന്ന് ആദ്യം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു ബലിപ്പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഒരു ഒട്ടകത്തിനെ കൊല്ലുന്ന ഒരു സംഭവം അവിടെ ഞാൻ പോയില്ല. എനിക്ക് സുഹൃത്തുക്കൾ അവിടെ പോയി അകലെ നിന്ന് കണ്ടുപിടിച്ച് അതിന്റെ വീഡിയോ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ നമ്മുടെ ജീവൻ പോയി. എങ്ങനെ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലത്തിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ എന്റെ ഭാര്യനും മക്കളെയും എനിക്ക് കാണാൻ നാട്ടിലേക്ക് എത്താൻ പറ്റുന്നുള്ള വേദനയായിരുന്നു. ഒരു ഒട്ടകത്തിന് ബലി അർപ്പിക്കുന്ന ഒരു അവസ്ഥ, അത് വീഡിയോ ഉണ്ടായിരുന്നു. അത് കൂട്ടുകാരന്മാർ കൊടുക്കുന്ന അതിന് താല്പര്യമുള്ള നമ്മുടെ കൂടെയുള്ള മുസ്ലിംസ് സുഹൃത്തുക്കൾ പോയിരുന്നു. അത് 3 കാലിൽ നിർത്തി, ഒരു കാല് മടക്കി, ഫ്രണ്ടിലത്തെ കാല് മടക്കി കൂട്ടി കെട്ടിയിട്ട് 3 കാലിൽ ഈ വളരെ വലിയൊരു ഒട്ടകത്തിനെ നിർത്തി അതിന്റെ കഴുത്തറുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ വായിൽ ഛർദ്ദിക്കാൻ വരും. അതുപോലെ ബലിയർപ്പിക്കുന്ന സ്ത്രീകളൊക്കെ ദൂരെ നിന്ന് കാണുന്നു. വളരെ വലിയൊരു ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്നു. ആ സംഭവങ്ങൾ കഴിഞ്ഞ് അവിടെ ശിക്ഷ നടപ്പാക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട്. കൈയിന്റെ വിരല് വെട്ടല്, കൈപ്പത്തി വെട്ടല് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിപ്പോഴും നടക്കണമെന്ന് എനിക്കറിയില്ല. ഈ ശിക്ഷ നടപ്പാക്കുന്നത് പബ്ലിക് ആയിട്ടാണോ? വധശിക്ഷയ്ക്ക് എങ്ങനെയായിരുന്നു നടപ്പാക്കുന്നത്?
അതൊക്കെ ഇത് തന്നെ. പള്ളികളിലത്തെ ചടങ്ങുകൾ കഴിഞ്ഞാൽ അവർക്കൊരു ദിവസങ്ങൾ നിശ്ചയിക്കുന്നു. പള്ളികളിലെ ചടങ്ങുകൾ കഴിഞ്ഞ് അതിന് പ്രത്യേക ദിവസങ്ങളുണ്ട്. അതിന് സംഭവിക്കുന്ന ആ കുറ്റങ്ങൾ പറയുന്നതും കേൾക്കുന്നതും അതിന്റെ ന്യായീകരണം നടത്താൻ ആൾക്കാരൊക്കെ എല്ലാം തയ്യാറാവുന്ന ദിവസങ്ങൾ പള്ളി വിട്ട നേരത്ത് അതിന്റെ കാര്യങ്ങൾ അവിടെ വായിക്കുന്നു. മൊബൈലിലൂടെ അവർ കാണിച്ചെന്ന അവസ്ഥ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഈ പ്രത്യേക ചടങ്ങുകളുള്ള ദിവസങ്ങളുണ്ടല്ലോ, മുസ്ലിംസിന്റെ തിരുനാളുകള്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലായിരിക്കും ഇതിനൊക്കെ ശേഷം നടപ്പാക്കാൻ ഒരു വ്യക്തി വേണം, അത് വായിക്കാൻ വേണം, അതിനെ തിരുത്താൻ വേണം, വാദപ്രതിവാദം നടത്താൻ ആൾക്കാർ വേണം. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ അത് എപ്പോഴും ഉള്ള ഒരു സ്ഥാപനങ്ങളല്ല. അവിടെ അതിനൊക്കെ ഒരുങ്ങി വരുന്ന ഒരു സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ അവർ വരുന്നു, അത് ഒരുമിച്ച് അത് വായിക്കുന്നു. പിന്നെ വേണ്ടത് ശിക്ഷകളനുസരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, ശിക്ഷകൾ നടപ്പാക്കുന്നു. അതൊന്നും കണ്ടു നിൽക്കാൻ മലയാളികളോ ഇന്ത്യക്കാരൊന്നും പോകാറില്ല. അതൊക്കെ അവിടുത്തെ ആൾക്കാർ തന്നെ അത് ആസ്വദിക്കുന്നു. അത് നമ്മുടെ കൂടെയുള്ള നല്ല മുസ്ലിംസ്, നമ്മുടെ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവരൊന്നും പോവില്ല, അവരൊന്നും അതിനനുസരിച്ച് പോവില്ല. കാരണം അവർക്ക് അത് അറിയാൻ, തമ്മിൽ പറഞ്ഞവർക്ക് അറിയായിരിക്കും. നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമല്ലല്ലോ, അത് അവർ തീരുമാനിക്കുന്നതല്ല. ചിലപ്പോൾ ഒരു വരലാവും, ചിലപ്പോൾ പോകുന്നുണ്ടാവും. മോഷണത്തിന് ചിലപ്പോൾ അവർ പറയുന്നവർക്ക് ഒരു വരലായിരിക്കും, ചിലപ്പോൾ ഒരു 5 വരലായിരിക്കും. അത് നമുക്ക് കാണണമെങ്കിൽ ഈ മദർ തെരേസ നടത്തിയിരുന്ന സ്ഥാപനത്തിൽ പോകുമ്പോഴാണ് അങ്ങനത്തെ കുറെ പേരവിടെ കിടക്കുന്നത് കാണാം. ശുശ്രൂഷിച്ചിരുന്നു. അവരെ വെടിവെച്ചല്ലോ, അവരെ വെടിവെച്ച് കൊന്നില്ല. ഒരു അച്ഛനൊക്കെ, ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു കന്യാസ്ത്രീ അടക്കം മരിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ പോയി കണ്ട സ്ഥലമാണ്. ഒരുമിച്ച് ഒരു വെടിവെച്ചില്ല കുറച്ച് നാൾ മുമ്പ് യമനിലെ, അങ്ങനെ സംഭവം ഉറക്കുന്നില്ലേ? ആ സ്ഥാപനം മൊത്തം നശിപ്പിച്ചു കളഞ്ഞു വെടിവെച്ച്. ഈ രോഗികളായിട്ട് കെടുക്കുന്നവരെ പോലും വെടിവെച്ച് കൊല്ലുമ്പോഴത്തെ മാനസിക അവസ്ഥ നോക്കി നോക്കി. ആ സ്ഥാപനം മുഴുവൻ മദർ തെരേസയുടെ സ്ഥാപനത്തിലെ കന്യാസ്ത്രീമാരെ വെടിവെച്ചു. ഒരു അച്ഛൻ അവിടെ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടു. 3-4 കന്യാസ്ത്രീമാര് മരിച്ചിട്ടുണ്ട്. യമനിലെ സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ അത് എത്ര ഒരു 5-8 കൊല്ലത്തിന് മുമ്പ് സംഭവം ഉണ്ടായിരുന്നു തോന്നുന്നു. അന്നുണ്ടായിരുന്നു, ഞാൻ ചെല്ലുമ്പോൾ കണ്ടിരുന്ന അച്ഛനാണ് ആ ഒളിച്ചിരുന്ന അച്ഛൻ. അച്ഛൻ കുറെ അവിടുന്ന് ഇവിടുന്നൊക്കെ സഹായം ചോദിച്ചു എന്നെ കൊല്ലും അങ്ങനെ ഓർക്കുന്നുണ്ടോ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോ അച്ഛന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അപേക്ഷകൾ ചോദിച്ചിട്ടും എന്നെ രക്ഷിക്കണമെങ്കിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് യമന്ന് കുറെ നാളുകളോളം അത് വാർത്താ ചാനലിലൊക്കെ വന്നിരുന്ന ഒരു അച്ഛനായിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ചുള്ളത് ഈ സ്ഥലത്ത് നിന്നാണ്. അപ്പൊ അവരെ പോലും ഈ രോഗികളായിട്ട് കിടക്കുന്ന, തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കാതെ, മുറിവായിട്ട്, തല പൊട്ടിയിട്ട്, തല പൊളിഞ്ഞിട്ട്, കൈയില്ലാത്ത പുഴു വെച്ചിട്ടും, എല്ലാ രാവിലും തുറച്ചു കൊടുത്തില്ലെങ്കിൽ പുഴു വരും, അതുപോലത്തെ കാലും കൈയും പൊളിഞ്ഞിട്ടും അവര് തമ്മിൽ തന്നെ തല്ലുവട്ടങ്ങളുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള രോഗം വന്നിട്ടുള്ളതല്ല ശരിക്കും. അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ സംഭവങ്ങളല്ല കൂടുതലും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഈ തമ്മിൽ തല്ലുവിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും വരിക. അവരെ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് പോലും ഇവർ കയറി വന്ന് വെടിവെച്ചെങ്കിൽ അന്ന് എത്ര പേരെ കൊന്നു കളഞ്ഞൊന്നും. നമ്മുടെ കാര്യം നമുക്കറിയുള്ളൂ. അവിടെ എത്ര പേര് അന്നത്തെ ദിവസം ചത്തുന്നുള്ള രോഗികളായിട്ടുള്ള അവരാർക്കും വേണ്ട. അവർക്ക് അള്ളാൻ തന്നാൽ അള്ളാൻ തിരിച്ചെടുത്തു. അവർക്ക് അത്രേ ബന്ധങ്ങളുള്ളൂ. എണ്ണസംഖ്യ കൂടുതലാണ് കുടുംബങ്ങളിൽ, മക്കളുടെ എണ്ണം കൂടുതലാണ്, ഭാര്യമാരുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ അവർക്ക് അവരുടെ മതത്തിനെ പറയുന്ന രീതിയിലുള്ള അവരുടെ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. നമ്മൾ ആ പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ വർക്ക് ചെയ്തിരുന്നൊരു ഫീൽഡ് അതായിരുന്നു. പിന്നെ ആ കൊച്ച് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ 2 കൊല്ലത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് പോകുന്ന ഇന്നത്തെ ഒരു കാര്യം അത് പറയാൻ മറന്നു. 26 വർഷമായിട്ട് അവിടെ ഭരിച്ചിരുന്ന വ്യക്തി ഇന്ത്യയിലെ ഭരണകർത്താക്കളും അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരായിട്ടും ഇതുപോലെ ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭരണത്തിന്റെ ആയിക്കോട്ടെ അവരുമായിട്ട് കുറച്ചുകൂടെ അടുപ്പുള്ള അലി അബ്ദുള്ള സാലി ആയിരുന്നു. 26 കൊല്ലമായിട്ട് ഭരിച്ചിരുന്ന വ്യക്തി. ആ വ്യക്തിക്ക് നമ്മളോട് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യക്കാരോട് സ്നേഹം ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റൽ അങ്ങനെ ആക്കിയെടുത്തതും നമ്മുടെ അവിടെ നിന്ന് പോയ നേഴ്സുമാരുടെ ആ ഒരു കൂട്ടങ്ങളായിരുന്നു. ഓരോ സമയത്ത് വന്നു പോകുന്ന നേഴ്സുമാരാണ് ആ ഹോസ്പിറ്റലിന് അതുപോലെ ഇത്ര നല്ലൊരു രീതിക്കൊക്കെ കുറച്ചെങ്കിലൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള അറിവും കാര്യങ്ങളൊക്കെ, തിയേറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ അറിവിലേക്ക് എത്തിച്ചതും പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങാനൊക്കെ സഹായിച്ചതും നമ്മുടെ അവിടുത്തെ കുറെ നേഴ്സുമാരായിട്ടുള്ള അവിടെ വർക്ക് ചെയ്തിരുന്ന നേഴ്സുമാരും കുറച്ച് ഡോക്ടേഴ്സ് കുറവാണ്, എന്നാലും ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടവും നമ്മൾ തന്നെയായിരുന്നു. ഈ ഇദ്ദേഹമുള്ള സമയത്തോളം ഇദ്ദേഹത്തിന്, ഞാൻ അവിടുന്ന് പോകുന്ന 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് വെടിവെച്ച് ഹൂതികൾ വെടിവെച്ച് കൊന്നത്. ഇയാൾ സഞ്ചരിക്കുന്നത് ഭൂമിയുടെ അടിയിൽ കൂടെ ഒരു തരംഗത്തിലൂടെയാണ് ഇയാൾ കൊട്ടാരത്തിലേക്ക് പോവുക. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അയാൾക്ക് ഹാർട്ടിന് പ്രശ്നമുള്ള കാരണം ഇടയ്ക്ക് വരും. അപ്പൊ ഒരു സിഗ്നൽ തരും, ഇങ്ങനെ ഒരു വ്യക്തി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആകെ ഒരു നിശബ്ദത്തിന്. പിന്നെ അപ്പൊ ഇത് കാറ് വരുന്നത് എവിടെ നിന്നാണ് അറിയില്ല, റോട്ടിലൊന്നും ഒരു പ്രശ്നങ്ങളും കാണില്ല. പക്ഷെ ഈ തുരങ്കത്തിലൂടെ കടന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇയാളെ താമസ സ്ഥലത്തേക്ക് ഒരു പ്രത്യേക ഇതുണ്ട് ഭൂമിയുടെ അടിയിൽ കൂടെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അദ്ദേഹത്തിന് ആ തുരങ്കത്തിൽ ഇട്ടിട്ടാണ് അന്ന് കൊന്നത്. ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അവിടെ ഇലക്ഷൻ ആയിരുന്നു. ഇദ്ദേഹം തോൽപ്പിക്കാൻ 26 കൊല്ലമായിട്ട് നല്ല രീതിയിൽ ഭരിച്ചിരുന്ന, നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന, രാജ്യത്ത് കൊണ്ടുപോയിരുന്ന ആളെ തോൽപ്പിക്കാനുള്ള ഇലക്ഷൻ ആയിരുന്നു. തോക്ക് ചൂണ്ടിയിട്ടായിരുന്നു അവിടെ ഇലക്ഷനെ ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ വരിയിൽ നിർത്തി. പുറകിലെ കുറെ പോലീസുകാര് കറുത്ത കളറുള്ള യൂണിഫോം കിട്ടിട്ടുള്ള സൈസ് കറുപ്പ് കളറാണ് കൂടുതൽ. അതെന്നാണ് IAS പോലത്തെ സംഭവങ്ങളൊന്നുമല്ല, അവിടുത്തെ പോലീസ് തന്നെയാണ്. അവര് നിർത്തിയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയാനായിട്ട് നിറയെ വോട്ട് ചെയ്യാൻ വരുന്നേക്കാളും കൂടുതൽ ആൾക്കാർ പോലീസാണ്. അങ്ങനെ ഞങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം വോട്ടിന്റെ അവസ്ഥ. അപ്പോഴേക്കും പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള അവസ്ഥയായപ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു ആ സ്ഥലത്തുനിന്ന്. പിന്നെയാണ് നമ്മളോട് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ തോൽപ്പിച്ചു, അദ്ദേഹത്തിനെ കൊന്നു, അലി അബ്ദുൾ സാലേനെ. ഞാൻ അദ്ദേഹത്തിന് ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ള സമയത്ത്. വളരെ പേന ഉപയോഗിച്ച് മാത്രം വലിയ ഫോട്ടോ വരച്ചു. ഇയാളുടെ സ്വഭാവം നമ്മൾ നേരിട്ട് കാണുന്നില്ല, ഇയാളെന്നെ അറിയുന്നില്ലെങ്കിലും ഹാർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു പോകുന്നു.
വരാറുണ്ട്. പക്ഷെ മലയാളി നേഴ്സുമാരെ ശുശ്രൂഷിച്ചിരുന്നത് മലയാളി നേഴ്സുമാരെ മാത്രമേ അദ്ദേഹം അടുത്തേക്ക് അടുപ്പിക്കുള്ളൂ. കാരണം നല്ല സ്നേഹം, അവർ ചോദിക്കുന്നതൊക്കെ എന്തെങ്കിലും നല്ല സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ, ശമ്പളം വർധനവ്, അതൊക്കെ ഇയാൾ ഒപ്പിട്ട് കൊടുക്കും. ഒരു നല്ലൊരു മനുഷ്യനായ അയാൾ, 46 വയസ്സ് അന്നുണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനെ, പെരുമാറ്റം ആർക്കും ഒരു കുറ്റം പറയില്ല. നമ്മുടെ അടുത്ത് കേട്ടോ, മറ്റുള്ള കാര്യം നമുക്കറിയില്ല. നമ്മുടെ സ്റ്റാഫുകളുടെ അടുത്ത് മറ്റേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ആളെ ശുശ്രൂഷിക്കുന്ന ഒരാൾ ചോദിച്ച് മനസ്സിലാക്കും. അവരുടെ ടീമിനും ഒക്കെ അവർ അവിടെ വന്നു ശുശ്രൂഷ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞ് പോകുമ്പോൾ ആൾ എന്തെങ്കിലും ഒരു സമ്മാനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരുക്കിയിട്ടാവും പോവുക. ജയകുള്ള സമയങ്ങളിൽ ഉണ്ടായിരുന്ന കാലഘട്ടമല്ല, 26 വർഷത്തിന് ശേഷം പിന്നെ ഉണ്ടായ കാര്യങ്ങൾ അത് എല്ലാത്തിലും ബാധിച്ചിട്ടുണ്ടായിരിക്കും. അതെനിക്കറിയില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവിടെ ഭരിക്കുന്നവർ ആരാന്ന് എനിക്ക് അറിയില്ല, എന്താ സംഭവം ഒന്നും അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അപ്പൊ അതൊക്കെ ബാധിക്കുന്നുണ്ട്. ആ വ്യക്തി ആയിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ ഇടപെടുന്ന നമ്മുടെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഇടപെടുന്ന ആരായാലും കുറച്ചും കൂടി കേൾക്കാമായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു പോയി. നാട്ടിൽ ഒരു പശുവിനെ വളർത്തിയെങ്കിലും ഉപജീവനം കഴിക്കുവാൻ മാർഗമുണ്ടെങ്കിൽ ദയവായി അത് ചെയ്യുക. ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.